എവ്രി വൺ അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വെച്ച് MOH ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് വഴി വന്ന ഒരു സിസ്റ്ററിനെ പരിചയപ്പെടാനിടയായി. 2 വർഷം മാത്രമാണ് എക്സ്പീരിയൻസ് ഉള്ളത്. നാട്ടിൽ പഠിച്ചിറങ്ങിയതിന് ശേഷം പുള്ളിക്കാരി 2 വർഷം മാത്രം ജോലി ചെയ്തു. MOH ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്തു. 6 മാസത്തിനകം കുവൈറ്റിലേക്ക് വരാനായിട്ട് പറ്റി. ഇവിടെ വന്ന് 2 മാസം ആയിട്ടുള്ളൂ, പക്ഷേ സാലറി ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ വേറൊരു ഫ്രണ്ടാണെങ്കിൽ അവർ വന്ന് ഏകദേശം 4 മാസത്തിനടുക്കാറായപ്പോഴാണ് സാലറി കിട്ടിയത്. അത് ലോക്കം കോൺട്രാക്റ്റിൽ അവർ ഓഫർ ചെയ്തിരിക്കുന്ന ആ സാലറിയാണ് കൊടുത്തത്. ഇനി അതെല്ലാം പേപ്പർ വർക്കും പ്രോസസ്സിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി സാലറി കൂടെ അവർക്ക് കിട്ടും. അങ്ങനെ എൻ്റെ ഒരു ചിന്തയിൽ ഒരുപാട് ആളുകൾ പണ്ട് പൈസ കൊടുത്തു കൊണ്ടുവന്നിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെൻറ്റിൽ ആളുകൾക്ക് വരാൻ പറ്റുന്നു. പിന്നെ അതുമാത്രമല്ല, ഇവിടുന്ന് റിസൈൻ ചെയ്ത് പല കാരണങ്ങൾ കൊണ്ട് പോയ ആളുകൾക്കും തിരിച്ചു വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പലരും ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് ഓപ്റ്റ് ചെയ്തു. ചില ആളുകൾ മറ്റു രാജ്യങ്ങളിൽ ഓപ്റ്റ് ചെയ്തു. എന്തായാലും കിട്ടിയ ഒരു നല്ല ചാൻസ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ പറയാം. പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും കാണാത്തതുകൊണ്ടായിരിക്കാം വീണ്ടും ആ സെയിം ചോദ്യങ്ങൾ തന്നെ ചോദിക്കുന്നത്. എന്തായാലും ആദ്യത്തെ ചോദ്യം, GNM നഴ്സസ് അസിസ്റ്റൻറ്റ് നഴ്സസ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നാണ്. GNM നഴ്സസ് ഒരിക്കലും അസിസ്റ്റൻറ്റ് നഴ്സസ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. അവരുടെ ഡെസിഗ്നേഷൻ അങ്ങനെയാണെങ്കിലും പിന്നീട് അവരുടെ ഗ്രേഡ് ചേഞ്ച് വരുമ്പോൾ നഴ്സ് 1 അങ്ങനെ പല പൊസിഷനിലേക്ക് മാറും. പക്ഷേ നമ്മുടെ ഡെസിഗ്നേഷൻ മാത്രമാണ് അസിസ്റ്റൻറ്റ് നഴ്സ് എന്നുള്ളത്. ജോലി ഒരു സ്റ്റാഫ് നഴ്സിൻ്റെ ജോലി തന്നെയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രൈവറ്റ് ഏജൻസീസ് ഡിപ്ലോമ നഴ്സസിനെ ഇതുപോലെ അസിസ്റ്റൻറ്റ് നഴ്സസ് ആയിട്ട് കൊണ്ടുവന്നിരുന്നു. ആ സമയത്ത് അവരുടെ ഡെസിഗ്നേഷനും അങ്ങനെയായിരുന്നു, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡെസിഗ്നേഷൻ അങ്ങനെയാണെങ്കിലും ജോലി സ്റ്റാഫ് നഴ്സിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഗ്രേഡ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അസിസ്റ്റൻറ്റ് നഴ്സ് 1 അങ്ങനെയുള്ള ഗ്രേഡ് ചേഞ്ചസ് ഇവിടെ MOH നടക്കുന്നുണ്ട്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ലോക്കം കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ടുള്ള സാലറിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്കിലും പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു ആൻസർ പറയാം. സാലറി നമുക്ക് ലോക്കം കോൺട്രാക്റ്റിൽ ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന സാലറിയാണ് ഇവിടെ വന്നിരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം സിവിൽ സർവീസ് കമ്മീഷൻ ഡിസൈഡ് ചെയ്യും നമ്മളുടെ സാലറി, നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, എത്ര അലവൻസ് നമുക്ക് എലിജിബിൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് അലവൻസ് ഉണ്ടോ, നമ്മൾ ഹോസ്പിറ്റലാണോ അതോ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആണോ, A ഗ്രേഡ് ആണോ B ഗ്രേഡ് ആണോ, അങ്ങനെ പല കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഫൈനൽ സാലറി ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന സാലറി, അതായത് ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന സാലറി നമ്മൾക്ക് ഈ പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് കിട്ടുന്ന സാലറിയാണ്. അതിനുശേഷം ഫൈനലൈസ് ചെയ്യുന്ന സാലറിയാണ് അതിനുശേഷം കിട്ടുന്ന, ഡിപ്പെൻഡ്സ് ഓൺ ഓൾ ദീസ് ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ കിട്ടും എന്നതനുസരിച്ചാണ് നമ്മളുടെ സാലറി തീരുമാനിക്കുന്നത്. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത്, മൈക്രോസോഫ്റ്റ് ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്, അവർ ചോദിക്കുന്നുണ്ട് അറ്റസ്റ്റേഷനും മെഡിക്കലും PCCയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റ് ചെയ്ത് വെക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മെഡിക്കൽ ചെയ്യുക നാട്ടിലാണെങ്കിൽ. PCC വിസ വന്നതിന് ശേഷം മാത്രം ചെയ്യുക. PCCയുടെ വാലിഡിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. PCCയുടെ വാലിഡിറ്റി ഓൺലി 3 months ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വിസ വന്നതിന് ശേഷം മാത്രം PCC എടുക്കുക. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത്, അവർ മെഡിക്കലിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷേ അവർ ചോദിച്ചിട്ടില്ലായിരുന്നു. ഒരു ഫ്രണ്ട് പറഞ്ഞതുകൊണ്ടാണ് അയച്ചു കൊടുത്തത് എന്നാണ് പറഞ്ഞത്. ചോദിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് മെയിലിൽ ഓരോ കാര്യത്തിനും ഇൻസ്ട്രക്ഷൻ വരും, അതനുസരിച്ച് ചെയ്യുക. PCCയുടെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് PCC ഉടൻ തന്നെ എടുക്കണം എന്നില്ല. കാരണം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ PCC എക്സ്പയർ ആയി പോകും. അതുകൊണ്ട് തന്നെ വിസ വന്നതിന് ശേഷം PCC എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏജ് ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 35 ഫോർ ഫീമെയിൽ ആൻഡ് 40 ആണ് മെയിൽ നഴ്സസിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഫ്ലെക്സിബിളാണ്. ഇനി അവർക്ക് ഇനഫ് കാൻഡിഡേറ്റ്സിനെ കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ 35 ആൻഡ് 40 അങ്ങനെ ആക്കുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ 45 വരെ ഉള്ള ആളുകൾ വന്നിട്ടുണ്ട് കുവൈറ്റിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു സമയമായിരുന്നു ഈ MOH ഓൺലൈനിൽ അവർ നടത്തിയിരുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത്, കുവൈറ്റ് പ്രോമെട്രിക് എക്സാം വേണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും വീണ്ടും പറയുകയാണ്. പ്രോമെട്രിക് എക്സാം ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് മാത്രമാണ്. കുവൈറ്റിലെ MOHലേക്ക് നാട്ടിൽ നിന്ന് സെലക്ഷനായി വരുന്ന ആളുകൾക്ക് പ്രോമെട്രിക് എന്ന പേരിലുള്ള എക്സാം അല്ല ഇവിടെ നടത്തുന്നത്. ഇവിടെ നമ്മൾക്ക് ഏത് ഹോസ്പിറ്റലിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് യൂണിറ്റ് നടത്തുന്ന ഒരു എക്സാമുണ്ട്. ആ എക്സാമാണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ തോൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും പ്രോമെട്രിക് എക്സാം എഴുതി പാസ്സായേ പറ്റൂ.
അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നന്നായി എടുത്ത് അത് നല്ല ഒരു ഇച്ചിരി ടഫായിട്ടുള്ളൊരു എക്സാം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പാസ്സായാൽ മാത്രമാണ് MOHൽ കിട്ടാത്ത ആളുകൾക്ക് പ്രൈവറ്റിലേക്ക് വരണമെങ്കിൽ പറ്റുകയുള്ളൂ. പിന്നെ മറ്റു വേക്കൻസീസിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. മറ്റു വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നേഴ്സസിൻ്റെ അത്രയും ബൾക്കായിട്ട് ആളുകളെ വേറൊരു പോസ്റ്റിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഈ നേഴ്സസിൻ്റെ അതേ പോർട്ടലിൽ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. യൂഷ്വലി നമ്മൾക്കിവിടെ ഇപ്പോൾ ടെക്നീഷ്യൻസ് അങ്ങനെ ഒരുപാട് ആളുകൾ ലോക്കലി അത് ഇവിടെയുള്ള ആളുകൾ അവരുടെ ബയോഡേറ്റ നേരിട്ട് കൊടുക്കുക ഇൻ ദ സെൻസ് അവർ MOH ഓൺലൈനിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുപക്ഷെ അവിടെ പോയി അന്വേഷിക്കുക, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ ഒരുപാട് ഇവിടെ ഹയറിങ് നടക്കുന്നുണ്ട്. നാട്ടിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ദാറ്റ് ഓൾസോ വല്ലപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. ഫാർമസിസ്റ്റിന് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫാർമസിസ്റ്റ് ഇവിടെ മോസ്റ്റ്ലി കുവൈറ്റീസിനെയാണ് അവരെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാർമസിസ്റ്റ് വേക്കൻസിയിൽ ഇപ്പോൾ നാട്ടിൽ നിന്നും MOHലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വരുന്നത് ഇവിടെ അണ്ടർ MOHൽ വർക്ക് ചെയ്യാനായിട്ട് പ്രൈവറ്റ് ഏജൻസീസിൻ്റെ കീഴിൽ വരുന്ന ആളുകളുണ്ട്. ഒരുപാട് പേരെ കാണുന്നുണ്ട് അങ്ങനെ ഓരോ ഫാർമസിയിൽ നിൽക്കുന്നതായിട്ട്. അല്ലാതെ ഡയറക്റ്റ് MOH ഇപ്പോൾ നോൺ കുവൈറ്റീസിന് അവരെടുക്കുന്നില്ല. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ട ഇവിടെ വന്നതിന് ശേഷം മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ പോയിട്ട് നമ്മളതിൻ്റെ ചില ഫോർമാലിറ്റീസൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്റ്റാമ്പിങ്ങും കാര്യങ്ങളൊക്കെ. അത് ചെയ്താൽ മതി. വേറെ അവിടെ നാട്ടിൽ വെച്ച് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫാമിലി വിസ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫാമിലി വിസ ഇപ്പോൾ നിലവിൽ ഉള്ളി മെയിൽ നേഴ്സസിനേ ഉള്ളൂ, ഫീമെയിൽ നേഴ്സസിനില്ല. പിന്നെ കുട്ടികളുടെ സ്റ്റഡീസ് എക്സ്പെൻസസ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കുട്ടികളുടെ സ്റ്റഡീസ് സ്കൂൾ നമ്മുടെ പല ടൈപ്പ് സ്കൂളുണ്ട് ഇവിടെ. പബ്ലിക് സ്കൂളും പ്രൈവറ്റ് സ്കൂളും ഉണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് സ്കൂളിലാണ് നമ്മുടെ കുട്ടികളെ വിടുന്നത്. പബ്ലിക് സ്കൂൾ അറബിക് മീഡിയമാണ്. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ സിലബസ് ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരുപാട് സ്കൂളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് അതായത് സ്കൂളിലെ ഫീസിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ അതുപോലെ തന്നെ അത് മാത്രമല്ല ഓരോ ക്ലാസ് അനുസരിച്ചും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളുടെ ഏകദേശം ഒരു 150 to 200 ആദ്യം നമ്മൾ 3 ടേമിലായിട്ടാണ് നമ്മൾ ഫീസ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം LKG ഒക്കെ വരുമ്പോഴത്തേനും ഫീസ് കുറവായിരിക്കും, ഒരു 90, 120, 150 പിന്നെ ബുക്സ്, യൂണിഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് 3 ടേമിലോട്ട് കൊടുക്കുമ്പോൾ ഒരു LKG സ്റ്റുഡൻറ്റിന് ചിലപ്പോൾ ഒരു 100, 110 ഒക്കെയാണ് ഫീസ് മാത്രമായിട്ട് വരുന്നത്. പിന്നീട് അത് ക്ലാസ് കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കും. 150, 160 ഒക്കെ ആവും ഒരു 12th ഗ്രേഡിലുള്ള ഒരു കുട്ടിക്ക്. അതും ഡിപ്പെൻഡ് ചെയ്യും ഏത് സ്കൂളാണ് എന്നുള്ളതിനനുസരിച്ച്. ഒരു ആവറേജ് സ്കൂളിലത്തെ ഒരു എക്സ്പെൻസാണ് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ കംപ്ലീറ്റ്ലി ഇവിടുത്തെ ഒരു എക്സ്പെൻസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കുവൈറ്റിൽ വന്നാൽ നമ്മൾക്ക് ജീവിത ചിലവുകൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾക്കൊരു മാസം എത്ര എക്സ്പെൻസസ് ആവും എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചോദിച്ചിരിക്കുന്നത്, ഞാനൊരു ANM നേഴ്സാണ്, ഒരു ഏജൻസി വഴി വരാൻ ശ്രമിക്കുന്നുണ്ട്, നല്ല ഏജൻസി ആണ് എന്നാണ് പറഞ്ഞതെന്നാണ്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ANM നഴ്സസിന് MOHൽ ചാൻസ് ഇല്ല ഇപ്പോൾ. ഇനി അല്ലാതെ നമ്മളിപ്പോൾ ഹോം കെയറിലൊക്കെ വരികയാണെങ്കിൽ നല്ല ടഫായിട്ടുള്ളൊരു ജോലി തന്നെയാണ്. ഏജൻസി പറയുന്ന സാലറിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ അതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു പക്ഷേ നമ്മൾ കിട്ടുന്ന പേഷ്യൻറ്റിൻ്റെ അനുസരിച്ചും ആ വീട്ടുകാരെ അനുസരിച്ചും അങ്ങനെ പല കാര്യങ്ങളനുസരിച്ചിരിക്കും. ചില ആളുകൾ ഇവിടെ വന്നതിന് ശേഷം റിലീസൊക്കെ വാങ്ങി സ്വന്തമായി വിസ അടിച്ചതിന് ശേഷം ഹോം കെയർ നഴ്സിംഗ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ANMസിന് ഇവിടെ വരാനായിട്ട് വേറെ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ ഇങ്ങനെ വന്ന ആ ജോലിയുടേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഓക്കെ ആണെങ്കിൽ വരുന്നതിനൊരു തെറ്റുമില്ല. ഏജൻസീസ് അവർ പറയുന്ന സാലറി കറക്റ്റായിട്ട് കൊടുക്കുന്ന ആളുകളാണോ എന്നും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏജൻസി നല്ലതാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ക്ലയൻസ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ക്ലയൻസൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും. 12 hours ഡ്യൂട്ടിയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കേട്ട് നോക്കുവാണെങ്കിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.